പ്രശ്നമുണ്ടോ? അയ്യോ, പ്രശ്നമൊന്നുമില്ല. കുട്ടിയെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഉള്ള കാര്യം അങ്ങ് തുറന്നു പറയാലോ. ഇവന് ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ മൂത്ത മകളെയാ, പത്മയെ. എന്തൊക്കെ നിങ്ങളീ പറയുന്നേ? ഇവന്റെ കാര്യത്തിൽ ഇന്നുവരെ ഇവനെടുത്ത ഒരു തീരുമാനവും തെറ്റായി പോയി എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അതിപ്പോ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും ജോലിയുടെ കാര്യത്തിലായാലും. മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിന്റെ കാര്യത്തിലായാൽ പോലും. കുട്ടികളെ രണ്ടാളെയും കണ്ടപ്പോ അവൻ അങ്ങനെയാണ് മനസ്സിൽ തോന്നിയത്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾ കാണാൻ വന്ന ജ്യോതിയല്ലേ? ഞാൻ അവളുടെ അടുത്ത് നിന്നതുകൊണ്ട് പെട്ടെന്ന് എങ്ങനെയാ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായത്? അങ്ങനെയുള്ളവരെ കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നതിലും കാര്യമില്ല. വേറൊരാളെ കാണുമ്പോഴും ഇങ്ങനെയൊക്കെ മനസ്സിൽ തോന്നിയാലോ? മോൾ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇവിടെ മറ്റൊന്നും സംഭവിച്ചില്ലല്ലോ. സുജാതെ, ഞങ്ങള് കാര്യമായിട്ടാ പറയുന്നത്. ഞങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങളുടെ മൂത്ത മകളുമായിട്ട് ഈ വിവാഹം ഉറപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് സ്ത്രീധനായിട്ട് ഒരു പൈസയും വേണ്ട. എനിക്ക് പെൺകുട്ടിയെ മാത്രം മതി. അമ്മേ, അവരോട് ഇറങ്ങി പോവാൻ പറ. മോളെ, ഇവര് നല്ലവരാണെന്ന് അമ്മ കരുതുന്നുണ്ടോ? മകന്റെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കുന്ന അച്ഛനും അമ്മയും അവൻ എളുപ്പാ. പക്ഷെ ഒരുങ്ങി വന്നിരിക്കുന്ന എന്റെ അനുജത്തിയുടെ കണ്ണ് കലങ്ങിയ ഇവർക്കത് മനസ്സിലാവില്ല. അങ്ങനെയുള്ളവരോട് മനുഷ്യത്വത്തിന്റെ ഭാഷയിൽ സംസാരിക്കേണ്ട കാര്യമില്ല. മോളെ, ഞാനൊന്ന് പറയട്ടെ? വേണ്ട, ഇത് ഞാൻ സംസാരിച്ചോളാം. നിങ്ങൾ പൊയ്ക്കോ. നിങ്ങളുടെ വിവാഹാലോചന ഈ കുടുംബത്തിന് ആവശ്യമില്ല. നിങ്ങളിങ്ങനെ പൊട്ടിത്തെറിക്കാനേ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഞങ്ങളുടെ മകനൊരാഗ്രഹം തോന്നി, അവനത് മറച്ചു വെക്കാതെ പറഞ്ഞു. ഞങ്ങളങ്ങ് പോയേക്കാം. പക്ഷേ മൂത്ത മകളെ വീട്ടിൽ നിർത്തി ഇളയ മകളെ കല്യാണം കഴിച്ചു വിടുന്ന ഏർപ്പാട് അത്ര നല്ലതൊന്നും അല്ല. മൂത്ത മകൾ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ഇളയ മകളുടെ കല്യാണം നടക്കാനും പോകുന്നില്ല. என்னம்மா நீங்க இந்த வீட்டுல கேறு வந்த ஆள்கார் தானே? இந்த குடும்பத்தில் ஒரு அபிப்பிராயம் சொல்ல வேண்டிய அவசியம் നിങ്ങൾക്ക് ഇല്ല. ശരവണ, അമ്മ അവര് പൊയ്ക്കോട്ടെ. വാ, നടക്ക്. പോയേക്കാം. ഇപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ. ഇതിനല്ലേ എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ വേഷം കെട്ടിച്ചത്? ഇനി എപ്പോഴാ പുതിയ ആളുകൾ വരുന്നത്? ഇന്ന് തന്നെ ഉണ്ടോ? അത് ജ്യോതി, എനിക്കൊന്നും കേക്കണ്ട. ഒരു കൂട്ടര് വീട്ടിൽ വരുന്നതിന് മുന്നേ അവരോട് നേരെ ചൊവ്വെ കാര്യങ്ങൾ പറയണ്ടേ അമ്മേ? ഞാൻ പറയാഞ്ഞിട്ടാണോ അവരിങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് എനിക്കെങ്ങനെ അറിയാം? എവളവോ പേസി പേസി അവസാനം ജ്യോതി സമ്മതിച്ചതാ. அது இந்த வழியாச்சு. என்னம்மா, நம்ம குடும்பத்துக்கு ஒரு சொசதை இல்லையா?
ശിക്ഷിച്ചു മതിയായിട്ടില്ല ദൈവങ്ങൾക്ക്. എന്നാ പിന്നെ കൊന്നൂടെ? അമ്മേ, സ്നേഹം നിറഞ്ഞ അമ്മയ്ക്കും നിത്യേച്ചിക്കും രണ്ടുപേരും എന്നോട് ക്ഷമിക്കണം. ഞാൻ പോവാണ്. എന്നെ കൊണ്ട് ആരും ബുദ്ധിമുട്ടരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ ആരും അന്വേഷിച്ച് വരണ്ട. ഞാൻ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും.